ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജി വാട്ട് വൈ എന്ന് പറയുന്ന പബ്ലിക് എക്സാമിന് കമ്പൽസറി ആയിട്ടും പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒട്ടും വൈകാണ്ട് തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ഇന്നലെ കവർ ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 50%, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടും. ഓക്കെ, അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് റിവിഷൻ നമ്മൾ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സോഷ്യോളജി വാട്ട് വൈ എന്ന് പറയുന്ന ഹിസ്റ്ററിയിലെ 11ാമത്തെ ചാപ്റ്റർ ആണ്. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തീർക്കേണ്ടത് നാളെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ വീഡിയോ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ മക്കളെ. ഒപ്പം കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജി വാട്ട് വൈ എന്നുള്ള ഏരിയ ആണ്. അപ്പൊ ഒട്ടും വൈകാണ്ട് തന്നെ നമുക്ക് മൂവ് ചെയ്യാം. എന്താണ് സോഷ്യോളജി വാട്ട് വൈ, എന്താണത്? ഓക്കെ, ആദ്യം നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ് സോഷ്യോളജി എന്നുള്ളതാണ്. അപ്പൊ സോഷ്യോളജി ആദ്യം എന്താണെന്നുള്ളത് പഠിക്കാം. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് സോഷ്യൽ എൻവയോൺമെന്റ്. ഓക്കെ, ഒരു മനുഷ്യനും അതിന്റെ ഒരു സോഷ്യൽ എൻവയോൺമെന്റും തമ്മിലുള്ള ഒരു കോംപ്രഹെൻസീവ് സ്റ്റഡിയാണ്. ഓക്കെ, കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് സോഷ്യൽ എൻവയോൺമെന്റ്. ഇതിനെയാണ് നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡെഫിനേഷൻ എല്ലാവരും പഠിച്ചോളൂ. ഇതിന്റെ ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിലും ഇതിന്റെ മീനിങ് ചോദിക്കുകയാണെങ്കിലും ഇത് തന്നെ എഴുതണ്ടു. കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് സോഷ്യൽ എൻവയോൺമെന്റ്. ഓക്കെ, അപ്പൊ എന്ത് പേരിലാണ് 19th സെഞ്ചുറി ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് എന്നുള്ളതാണ് ഏജ് ഓഫ് റെവല്യൂഷൻസ്. ഓക്കെ, ബൈ വാട്ട് നെയിം ഇസ് ദ 19th സെഞ്ചുറി നോൺ ഇൻ ഹിസ്റ്ററി? ഹിസ്റ്ററി 19ാം നൂറ്റാണ്ടിൽ അറിയപ്പെടുന്ന പേരെന്താണ്? വിപ്ലവങ്ങളുടെ കാലഘട്ടം, ഏജ് ഓഫ് റെവല്യൂഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ വാട്ട് വർ ദി 3 revolutions that led to the emergence of sociology? സോഷ്യോളജിയുടെ ഉദയത്തിന് കാരണമായിട്ടുള്ള 3 റെവല്യൂഷൻസ് ഏതൊക്കെയാണ്? റിനൈസൻസ് ഓർ സയന്റിഫിക് റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഓക്കെ, ഈ 3 റെവല്യൂഷൻസ് ആണ് സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായത്. ഓക്കെ, സോ ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സയന്റിഫിക് റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. സോ where did sociology originate? എവിടെയാണ് സോഷ്യോളജി ഒറിജിനേറ്റ് ചെയ്തത്? ദാറ്റ് ഈസ് ഇൻ വെസ്റ്റേൺ യൂറോപ്പ്. ഓക്കെ, വെസ്റ്റേൺ യൂറോപ്പിലാണ് സോഷ്യോളജി ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സ് നോക്കാം. ഇവിടെ നമ്മൾ ബാക്കിയുള്ള പോയിന്റ്സിൽ നോക്കുന്ന സമയത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഹൂ ഈസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി? സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ്. അഗസ്തേ കോംതെ. ഓക്കെ, അഗസ്തേ കോംതെ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് തിങ്കർ ആണ്. ഇസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് സോഷ്യോളജി. അപ്പൊ ഫാദർ ഓഫ് സോഷ്യോളജി ആരാ? അഗസ്തേ കോംതെ. ഓക്കെ, who utilized the theory of evolution by Charles Darwin for the study of the society. സൊസൈറ്റിയുടെ പഠനത്തിൽ ചാൾസ് ഡാർവിന്റെ എവല്യൂഷൻ തിയറി യൂട്ടിലൈസ് ചെയ്തത് ആരാണ്? ഹെർബർട്ട് സ്പെൻസർ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, who is known as the father of sociology എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗസ്തേ കോംതെ. പക്ഷേ ചാൾസ് ഡാർവിന്റെ തിയറി ഏതാണ്? എവല്യൂഷൻ തിയറിയാണ്. ആ ചാൾസ് ഡാർവിന്റെ എവല്യൂഷൻ തിയറി ഈ പറയുന്ന സ്റ്റഡി ഓഫ് സൊസൈറ്റിയിൽ യൂസ് ചെയ്തത് ആരാ? ഹെർബർട്ട് സ്പെൻസർ ആണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ 19th സെഞ്ചുറി ഹിസ്റ്ററി അറിയപ്പെടുന്നത് എന്ത് പേരിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഏജ് ഓഫ് റെവല്യൂഷൻസ് ആയിരുന്നു. എവിടെയാണ് സോഷ്യോളജി ഒറിജിനേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ യൂറോപ്പ് ആണെന്ന് പറഞ്ഞു. ഹൂ ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി? ദാറ്റ് ഈസ് അഗസ്തേ കോംതെ. ഹൂ യൂട്ടിലൈസ്ഡ് ദ തിയറി ഓഫ് ചാൾസ് ഡാർവിൻ ഫോർ ദി സ്റ്റഡി ഓഫ് സൊസൈറ്റി? ദാറ്റ് ഈസ് ഹെർബർട്ട് സ്പെൻസർ. ഓക്കെ, സോ ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് who are the thinkers have made important contribution to the development of sociology? സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത തിങ്കേഴ്സ് ആരൊക്കെയാണ്? 3 തിങ്കേഴ്സ് ആണ് അവിടെ വരുന്നത്. ഒന്ന് കാൾ മാർക്സ്, മറ്റൊന്ന് എമിലി ഡർക്കി, മൂന്നാമത്തേത് മാക്സ് വെബർ. 3 പേരുണ്ട്: കാൾ മാർക്സ്, എമിലി ഡർക്കി, മാക്സ് വെബർ. Who are the thinkers have made important contributions to the development of a sociology? സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത 3 തിങ്കേഴ്സ് ആരൊക്കെയാണ്? കാൾ മാർക്സ്, എമിലി ഡർക്കി, മാക്സ് വെബർ. Okay, so in which university was the Department of Social Studies first started in India? ഇന്ത്യയിൽ ആദ്യമായിട്ട് സോഷ്യൽ സ്റ്റഡീസിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി ഏതാണ്? So that is the University of Bombay. University of Bombay ലാണ് ആദ്യമായിട്ട് സോഷ്യൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്.
Who are the main contributors to the study of sociology in India? അപ്പൊ ഇവിടെ നമ്മളൊരു 3 പേര് പഠിച്ചിരുന്നു അല്ലെ? ആരൊക്കെയാണ് സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത തിങ്കേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാൾ മാർക്സും എമിലി ഡർക്കീമും മാക്സ് വെബറും. ഇത് ഓൾ വേൾഡ് ആണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ ഈ പറയുന്ന സ്റ്റഡി ഓഫ് സോഷ്യോളജിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തവര് ആരൊക്കെയാണ്? GS ഖുറേ, AR ദേശായി, SC ദുബെ, MN ശ്രീനിവാസ് ആൻഡ് TP മുഖർജി. ഇങ്ങനെ 5 പേരുണ്ട്. ഈ 5 പേര് വിത്തൗട്ട്, അതായത് സ്പെല്ലിംഗ് അടക്കം വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, സ്പെല്ലിംഗ് മിസ്സാക്കിയിട്ടല്ല പഠിക്കേണ്ടത്. ഈ പറയുന്ന ഇനീഷ്യൽസ് ഒന്നും മിസ്സാക്കരുത്. എല്ലാ ഏരിയാസും കവർ ചെയ്യണം. GS ഖുറേ, AR ദേശായി, SC ദുബെ, MN ശ്രീനിവാസ് ആൻഡ് TP മുഖർജി. അപ്പൊ നമ്മൾ ഇതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഥ ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാ AR ദേശായിക്ക്, ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു കഥ നമുക്ക് കണക്ട് ചെയ്യണേ. AR ദേശായിക്ക് കുറേ കാലമായിട്ട് ദുബായിക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ആളുടെ 2 കൂട്ടുകാര് MN ശ്രീനിവാസും TP മുഖർജിയും എവിടെയുള്ളത്? ദുബായിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ. ദേശായിക്ക് കുറേ കാലമായിട്ട് ദുബായ് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താ? ആളുടെ നല്ല ഉറ്റ കൂട്ടുകാരെ എവിടെയുണ്ട്? ദുബായിലുണ്ട്. MN ശ്രീനിവാസ് ആൻഡ് TP മുഖർജി. ഓക്കെ, so who were the main contributors to the study of sociology in India? That is GS ഖുറേ, AR ദേശായി, SC ദുബെ, MN ശ്രീനിവാസ് ആൻഡ് TP മുഖർജി. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇന്ത്യയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് 5 പേരുണ്ട്. സോ വേൾഡ് മൊത്തമായിട്ട് ജനറലി ചോദിക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ഈ പറയുന്ന കാൾ മാർക്സും എമിലി ഡർക്കീമും മാക്സ് വെബറും ആണ്. ഓക്കെ, അപ്പൊ ഇതുവരെ ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇനി സോഷ്യോളജി ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച സോഷ്യോളജിയുടെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. അത് തന്നെ ഇവിടെ എഴുതിയാൽ മതി. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് സോഷ്യൽ എൻവയോൺമെന്റ്. അത് തന്നെ ധാരാളമാണ്. ഓക്കെ, ഇനി സോ വൈ ദി സ്റ്റഡി ഓഫ് സോഷ്യോളജി? എന്തിനാണ് നമ്മൾ സോഷ്യോളജി പഠിക്കുന്നത്? വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി സ്റ്റഡി ഓഫ് സോഷ്യോളജി? സോഷ്യോളജി പഠിക്കുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? അത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇത് കേട്ടോ. അപ്പൊ നമ്മൾ മുൻപ് പഠിച്ച ഫാദർ ഓഫ് സോഷ്യോളജി, അതേപോലെ 19th സെഞ്ചുറി ഹിസ്റ്ററി അറിയപ്പെടുന്ന പേര് എന്താണ്? ഇതെല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇത് നമുക്കൊരു 4 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ആർ ദി, ഒരു തവണ നമുക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി സ്റ്റഡി ഓഫ് സോഷ്യോളജി? ഹെൽപ്സ് ടു ഫോർമുലേറ്റ് റൈറ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയെ കുറിച്ച് ഒരു റൈറ്റ് പെർസ്പെക്റ്റീവ് ഉണ്ടാകാൻ സഹായിക്കുന്നു. ഹെൽപ്സ് ടു ഗെറ്റ് ആൻ ഒബ്ജക്റ്റീവ് നോളേജ് ഓഫ് വൺ സൊസൈറ്റി ആൻഡ് അതർ സൊസൈറ്റീസ്. ഓക്കെ, നമുക്കൊരു ഒബ്ജക്റ്റീവ് നോളേജ് ഉണ്ടാക്കിയെടുക്കാൻ, നമ്മുടെ സൊസൈറ്റിയെ കുറിച്ചും മറ്റു സൊസൈറ്റീസിനെ കുറിച്ചും ഒരു ഒബ്ജക്റ്റീവ് നോളേജ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. സോ ഹെൽപ്സ് ടു നോ ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻഡിവിജ്വലും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഒരു റിലേഷൻ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് സ്റ്റഡീസ് ദ സോഷ്യൽ പ്രോബ്ലംസ് പ്രിസൈസ്ലി. ഓക്കെ, സോഷ്യൽ പ്രോബ്ലംസ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഹെൽപ്സ് ടു ഫൈൻഡ് സൊല്യൂഷൻ ഫോർ സോഷ്യൽ പ്രോബ്ലംസ്. ഓക്കെ, സോഷ്യൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ സഹായിക്കുന്നുണ്ട്. ബെനിഫിറ്റ് സോഷ്യൽ പ്ലാനിംഗ് ആൻഡ് development. And finally provides guidance to social welfare measures by conducting studies on the backward section, the exploited, and the people who have faced discrimination and oppression. Clear? അപ്പൊ ഇവിടെ നമ്മൾ ഒരു 6-7 പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 പോയിന്റ് പഠിച്ചേക്കാം. നിങ്ങൾക്ക് എളുപ്പം എന്ന് തോന്നുന്ന 4 പോയിന്റ് പഠിച്ചാൽ മതി. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് വാട്ട് ആർ ദി മെയിൻ ഏരിയാസ് ഓഫ് സ്റ്റഡി ഇൻ സോഷ്യോളജി. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം മെയിൻ ഏരിയാസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അറിയാം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ ഗ്രൂപ്പ്, സോഷ്യൽ റിലേഷൻ, സോഷ്യലൈസേഷൻ, സോഷ്യൽ കൺട്രോൾ, കമ്മ്യൂണിറ്റീസ്, സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ പ്രോബ്ലം. ഒരു സോഷ്യൽ ചേർത്തിട്ട് 4 കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി, മെയിൻ ഏരിയാസ്. ഓക്കെ, അതൊന്നും നമുക്ക് ഇതുവരെയും ചോദിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ, അതായത് ഒരു 90% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഇൻ സോഷ്യോളജി. സോഷ്യൽ സർവേ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്. ഇതിലെ ഏതെങ്കിലും 1-2 കമ്പാരിസൺ ചോദിക്കും. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിന് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏരിയ ആണ് ഇത്, മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഇൻ സോഷ്യോളജി. ഇതോടെ കഴിഞ്ഞ ഈ ചാപ്റ്റർ കഴിഞ്ഞു. സോഷ്യൽ സർവേ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കല്ലേ, അപ്പൊ മക്കൾ ഇതാ ശ്രദ്ധിച്ചോളൂ. സോഷ്യൽ സർവേ എന്ന് പറയുന്നത്, സർവേ ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ദി സ്റ്റഡി ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയെ കുറിച്ച് പഠിക്കാൻ സർവേ ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്. ഇറ്റ് ഹെൽപ്സ് ടു ഫോർമുലേറ്റ് എ കോംപ്രഹെൻസീവ് പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി ടോപ്പിക് ബേസ്ഡ് ഓൺ ദി ഡാറ്റ കളക്ടഡ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് സെലക്ടഡ് പീപ്പിൾ. സെലക്ട് ചെയ്ത ആളുകളിൽ നിന്നും കളക്ട് ചെയ്ത ഡാറ്റയെ കുറിച്ച് ഒരു
കോംപ്രഹെൻസീവ് പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു കോംപ്രഹെൻസീവ് പോയിന്റ് ഓഫ് വ്യൂ ഫോർമുലേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. സർവേ മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ഡാറ്റ ഈസ് ടു ബി കളക്റ്റഡ് ഫ്രം എ ലാർജർ പോപ്പുലേഷൻ. പോപ്പുലേഷൻ വലുതാണെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? സർവേ മെത്തേഡ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പോപ്പുലേഷൻ വലുത് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ഏതാണ്? സെൻസസ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ ഒരു പോപ്പുലേഷന്റെ കണക്കെടുപ്പ് നടത്തുന്നു എന്ന് വിചാരിക്കാം. പോപ്പുലേഷന്റെ കണക്കെടുപ്പ് നടത്തുന്ന സമയത്ത് ഒരു ചെറിയ വിഭാഗം ആളുകളെ വെച്ചുകൊണ്ട് ഒരു പോപ്പുലേഷന്റെ കണക്കെടുപ്പ് നടത്തുമോ? ഒരു കാരണവശാലും ഇല്ല. അവിടെ പോപ്പുലേഷന്റെ കണക്കെടുപ്പ് നടത്തുക എങ്ങനെയാണ്? സോ എൻറ്റയർ പോപ്പുലേഷനെ വെച്ചുകൊണ്ടാണ്. സോ നമ്മുടെ രാജ്യത്തിൽ ഇപ്പൊ 130 സംതിങ് കോടി ജനങ്ങളുണ്ട്. അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തിയത് കുറച്ച് ആളുകളെ സ്റ്റഡി നടത്തിയിട്ടാണോ? അല്ല, ഒരു കാരണവശാലല്ല. നേരെ മറിച്ച് എങ്ങനെയാണ് ഇവിടെ സ്റ്റഡി നടത്തിയിരിക്കുന്നത്? എൻറ്റയർ പോപ്പുലേഷനിൽ ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് ചെയ്യുന്നത്. സോ അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്? സെൻസസ് എന്ന് പറയുന്നത്. സെൻസസ് ഇസ് എ ടൈപ്പ് ഓഫ് സർവേ വിച്ച് കളക്ട്സ് ഡീറ്റെയിൽസ് അബൌട്ട് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എ നേഷൻ. ഒരു രാജ്യത്തിന്റെ ടോട്ടൽ പോപ്പുലേഷനിൽ നടത്തുന്ന ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ഒരു സർവേ ആണ് എന്ത്? സെൻസസ് എന്ന് പറയുന്നത്. ബട്ട് സെൻസസ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ ഇൻ സോഷ്യോളജിക്കൽ സ്റ്റഡീസ്. സോഷ്യോളജിക്കൽ സ്റ്റഡീസിൽ അത് എത്രത്തോളം പോസിബിൾ അല്ല. ബിക്കോസ് യൂഷ്വലി ഡാറ്റ ഈസ് നോട്ട് കളക്റ്റഡ് ഫ്രം ഓൾ ദ പീപ്പിൾ അണ്ടർ സ്റ്റഡി ബട്ട് ഓൺലി ഫ്രം എ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, പക്ഷെ അത് മൊത്തം ആളുകളെ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സെലക്റ്റഡ് ആളുകളെ വെച്ചുകൊണ്ട് നമ്മളൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെലക്റ്റഡ് ആളുകളെ മാത്രം വെച്ചുകൊണ്ട് നമ്മളൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സാമ്പിൾ സർവേ. അപ്പൊ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു ടൗൺ ഏരിയയിൽ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് വിചാരിക്കാം. ആ ആക്സിഡന്റ് ആയ ആളുകളെ അവിടുന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ ആംബുലൻസ് വന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. പക്ഷെ പോലീസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വരുന്ന സമയത്ത് ആ ഒരു ജില്ലയിലോ ആ ഒരു താലൂക്കിലോ വരുന്ന ആളുകളെ മൊത്തമായിട്ട് സ്റ്റഡി നടത്തുമോ? ഇല്ല. എവിടെയാണോ ആ ഒരു ഇൻസിഡന്റ് നടന്നത് ആ ഇൻസിഡന്റിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലത്തുള്ള ആളുകളുടെ മാത്രമാണ് ഡാറ്റ കളക്ട് ചെയ്യുക, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഒരു സർവേ ആണ് എന്ത്? സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പിൾ സർവേ is a method of conducting a study of the entire community by gathering information only from selected individuals. ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. പക്ഷെ അവിടെ നമ്മൾ സ്റ്റഡി നടത്തുന്ന ആരെ മാത്രമേ ഉള്ളൂ? ഒരു സെലക്ടഡ് ഇൻഡിവിജ്വൽസ് മാത്രമേ നമ്മൾ അവിടെ സ്റ്റഡി നടത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോ എന്താണ് സാമ്പിൾ സർവേ എന്ന് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ സർവേ മെത്തേഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സർവേ മെത്തേഡിൽ ഏതൊക്കെ രീതിയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. What are the different means used to collect data during a survey? ഒരു സർവേ നടത്തുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയാണ് നമ്മൾ ഉപയോഗിക്കാറ്? ഒന്ന് സോഷ്യൽ മീഡിയയിൽ സർവേ നടത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ എക്സിറ്റ് പോൾസ്, അതായത് ഇപ്പൊ എന്താ പറയാ, ഒരു ഇലക്ഷനോ മറ്റൊക്കെ നടത്തുന്ന സമയത്ത് ചില സമയത്ത് ആര് ജയിക്കും, ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സർവേ ഒക്കെ നടത്താറുണ്ട്, അല്ലെ? ഇനി ടെലിഫോൺ വഴി നമുക്ക് സർവേ നടത്താം. ഇനി ക്വസ്റ്റിനെയേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സർവേ നടത്താം. ദീസ് ആർ കോമൺലി യൂസ്ഡ് ഇൻ സോഷ്യൽ സർവീസ്. ഓക്കെ, പക്ഷെ എന്താണ് ഈ ക്വസ്റ്റിനെയർ? പേരിൽ തന്നെയുണ്ട് ക്വസ്റ്റ്യൻ റിലേറ്റഡ് എന്തോ ആണ് എന്നുള്ളത്. അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. ക്വസ്റ്റിനെയർ is a set of questions that researchers use to collect data. Okay, data collect ചെയ്യാൻ വേണ്ടി റിസർച്ചർ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? questionnaire എന്നറിയപ്പെടുന്നത്. So what is a questionnaire? It is a set of questions that a researcher used to collect the data. Okay, questionnaire are given to the respondents from whom data is collected. The group under study is called the respondents. The study is carried out using respondents' response in the questionnaire. For example, ഇപ്പൊ ഞാൻ ഒരു സ്പോർട്സിന്റെ സെലക്ഷൻ നടത്തുകയാണെന്ന് വിചാരിക്കാം. സ്പോർട്സിന്റെ സെലക്ഷൻ നടത്തുന്നതിന് മുൻപായിട്ട് ഞാൻ എന്ത് ചെയ്യും? എല്ലാവർക്കും ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ എസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് എല്ലാം വന്ന പാർട്ടിസിപ്പൻസിന് മുഴുവൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ പാർട്ടിസിപ്പൻസ് ചെയ്യേണ്ടത് എന്താണ്? ഇതില് അവര് ആ ഒരു പാർട്ടില് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അണ്ടർ 14 ആണെങ്കിൽ അല്ലെങ്കിൽ എബോ 16 ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്യും. അപ്പൊ അവിടെ ഒരു റെസ്പോണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ വിവരം മാത്രം ശേഖരിച്ചാൽ മതി. എന്നിട്ട് ഫൈനലി ആരാണോ ക്വസ്റ്റ്യനെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്, ആർക്കാണോ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, ആൾ ഈ പറയുന്ന എല്ലാവരും ഈ ഒരു ഫോം കളക്ട് ചെയ്തിട്ട് എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ എടുക്കുക ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ സർവേ മെത്തേഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ഇന്റർവ്യൂ എന്ന് പറയുന്ന മെത്തേഡിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് ഇന്റർവ്യൂ എന്നുള്ളത് നോക്കാം. സോ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എന്താ ഇന്റർവ്യൂ? ദിസ് ഇസ് എ മെത്തേഡ് ബൈ വിച്ച് ഇൻഫർമേഷൻ ഈസ് കളക്ടഡ് ഓറലി. ഇതിന് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആണ്, ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വായോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. Interview is the talk between interviewer and the interviewee. ഓക്കെ, ഇന്റർവ്യൂവറും ഇന്റർവ്യൂയിയും തമ്മിലുള്ള ഒരു ടോക്ക് ആണ് എന്തെന്ന് പറയുന്നത് ഇന്റർവ്യൂ. ആസ് എ മെത്തഡ് ഓഫ് സ്റ്റഡി, ഇന്റർവ്യൂ ഹെൽപ്സ് ടു നോ ആൻഡ് അനലൈസ് ദി ആറ്റിറ്റ്യൂഡ്സ്, വ്യൂസ്, ബിലീഫ്സ്, ഹാബിറ്റ്സ് എക്സെട്ര ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? നമ്മുടെ മുന്നിലിരിക്കുന്ന ഇന്റർവ്യൂയുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാം, വ്യൂസ് മനസ്സിലാക്കാം, ബിലീഫ്സ് മനസ്സിലാക്കാം, ഹാബിറ്റ്സ് മനസ്സിലാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, സോ വാട്ട് ആർ ദ തിങ്സ് ടു കൺസിഡർ വെൻ ഇന്റർവ്യൂയിങ്? ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ആദ്യം നമ്മൾ ഐഡന്റിഫൈങ് ദ ആപ്റ്റ് പേഴ്സൺ. ചുമ്മാ ഒരാളെ മുന്നേ കിട്ടി ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യട്ടെ, അങ്ങനെയല്ല. ആരെയാണോ ഇന്റർവ്യൂ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആപ്റ്റ് പേഴ്സണെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ഫോർമുലേറ്റിംഗ് ആൻ ഐഡിയ ഓഫ് ദി ഇൻഫർമേഷൻ ടു ബി കളക്ടഡ്. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ആളിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ, വലിയൊരു ലിറ്ററേറ്റിനെയാണ് ഞാൻ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കണമെന്ന് വിചാരിക്കുക. ആളെ കുറിച്ച്, സ്പോർട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ ഏത് ഇൻഫർമേഷൻ ആണ് ആളിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ എനിക്ക് വേണം. ദെൻ പ്രിപ്പയറിംഗ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻസ്. അതിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യണം ഞാൻ. ദെൻ നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കണം. നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ ഇരുത്തുന്ന ആളെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പാടില്ല. സോ മാനേജ്മെന്റ് ഓഫ് ടൈം. ആൾക്ക് 1 hour ആണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കണമെങ്കിൽ 1 hourനുള്ളിൽ തന്നെ റാപ്പപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ദെൻ പ്രോപ്പർ ഓർഗനൈസേഷൻ ഓഫ് ദ ഇൻഫർമേഷൻ കളക്ടഡ് ആൻഡ് പ്രിപ്പയറിംഗ് ദ റിപ്പോർട്ട്. അതായത് ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിനെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യുക, എന്നിട്ട് ഫൈനലി ഒരു റിപ്പോർട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മുൻപ് പറഞ്ഞ ഇന്റർവ്യൂവും ക്വസ്റ്റ്യനെയറും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പൊ അതാദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്റർവ്യൂ ഇസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിസർച്ചർ ആൻഡ് ദ റെസ്പോണ്ടന്റ്. റിസർച്ചറും റെസ്പോണ്ടന്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇന്റർവ്യൂവിൽ വരുന്നത്. പക്ഷെ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് എന്താണ്? റിസർച്ചേഴ്സ് യൂസ് ക്വസ്റ്റ്യനെയർ ഫോർ ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് ഒരു റിസർച്ചർ ഉപയോഗിക്കുന്നതാണ് എന്ത്? സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഓഫ് ഇൻഫർമേഷൻ ഈസ് കളക്ടഡ് ഓറലി ഇൻ ആൻ ഇന്റർവ്യൂ. പക്ഷെ ഇൻഫർമേഷൻ ഇവിടെ എന്താണ്? എഴുതിയിട്ടാണ്. ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്, അല്ലെ? ഇനി മൂന്നാമത്തത്, റിസർച്ചർ റെക്കോർഡ്സ് ദ ഇൻഫർമേഷൻ. അത് കിട്ടിയ വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇന്റർവ്യൂല്. പക്ഷെ ദ റെസ്പോണ്ടന്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ എഴുതി തയ്യാറാക്കിയിട്ടാണ് കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഇന്റർവ്യൂവും ക്വസ്റ്റ്യനെയറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത മെത്തേഡിലേക്കാണ്. ഏതാണ് നമ്മുടെ അടുത്ത മെത്തേഡ്? ദാറ്റ് ഈസ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നിരീക്ഷിക്കുക. ഓക്കെ, ഒബ്സർവേഷൻ ഇസ് എ മെത്തേഡ് by which whatever is seen, heard and experienced is recorded truthfully. ഒബ്സർവേഷൻ എന്ന് പറയുന്ന മെത്തേഡ് എന്താണ്? നമ്മൾ എന്ത് കണ്ടുവോ, എന്ത് കേട്ടുവോ, എന്ത് എക്സ്പീരിയൻസ് ചെയ്തോ, ഇതെല്ലാം സത്യസന്ധമായി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. It is more relevant where methods like interview are not practically feasible. So interview practically ഒക്കെ അല്ലാത്ത ഇടങ്ങളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഒബ്സർവേഷൻ യൂസ് ചെയ്യുക. Such data collected directly helps in accurate assessment. ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള അസസ്മെന്റിനെ ഇത്തരത്തിൽ കളക്ട് ചെയ്ത ഡാറ്റ സഹായിക്കാറുണ്ട്. 2 ടൈപ്പ് ഒബ്സർവേഷൻ ഉണ്ട്: പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ഞാൻ ആളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ, ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇപ്പോ അരുൺ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഞാൻ അരുണിന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ അരുണിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഓക്കെ, ഇനി നേരെ മറിച്ച് ഞാൻ അരുണിന്റെ കൂടെ നിൽക്കുന്നില്ല. അരുൺ ഇപ്പോൾ ഒരു 10th A പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക. പക്ഷെ അരുണിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലാസ്സിന് പുറത്ത് നിന്നുകൊണ്ട്, അരുൺ അറിയാതെ തന്നെ ഔട്ട്സൈഡ് നിന്നുകൊണ്ട്, ഓക്കെ, ഞാൻ ഔട്ട്സൈഡ് നിന്നുകൊണ്ട് അരുണിനെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട്, അതായത് അരുണിനെ അറിയിക്കാതെ തന്നെ, അരുൺ അറിയാതെ ഞാൻ ആളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. വെൻ ദ റിസർച്ചർ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് കളക്ട്സ് ഇൻഫർമേഷൻ ഡയറക്ട്ലി ഫ്രം ദി ഏരിയ അണ്ടർ സ്റ്റഡി, ഇറ്റ് ഈസ് കാൾഡ് ദ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ.
ഓക്കെ, ഇത്രയും മതി നമുക്ക്. അതിലൂടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? അതിന്റെ ലാംഗ്വേജ്, കൾച്ചർ എക്സെട്ര ആൻഡ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദെയർ ഡെയിലി ലൈഫ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനും സാധിക്കും. പക്ഷെ ഇനി നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിൽ എങ്ങനെയാണ് അത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി അതിനെ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തിരുന്നു. എങ്ങനെയാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അവിടെ വരുന്നത്? സോ ഇൻ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ദ റിസർച്ചർ ഡസ് നോട്ട് സ്റ്റേ വിത്ത് ദ ഗ്രൂപ്പ് ആൻഡ് സ്റ്റഡി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് സംടൈംസ് HMO അല്ലെങ്കിൽ പ്രിൻസിപ്പളോ ഒരു റൗണ്ട്സിന് പോവാറുണ്ട്. അത്തരത്തിലുള്ള ഒബ്സർവേഷൻ എന്താണ്? എന്നിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നടക്കുന്ന ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്ത് നിങ്ങളെ കാണുന്ന സമയത്ത് പ്രിൻസിപ്പളോ മറ്റോ നിങ്ങളോട് ചോദിക്കാറുണ്ട്, എന്താ നീ ആ ക്ലാസ്സിൽ കാണിച്ചിരുന്നത് എന്നുള്ള രീതിയിൽ. അതെന്താണ്? നമ്മൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ദാറ്റ് ഈസ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. They are observed from outside. Okay. So an example of this is the way by which the police track down the suspected criminals without uniform. യൂണിഫോം ധരിക്കാതെ ഈ പറയുന്ന സംശയം തോന്നുന്ന ക്രിമിനൽസിനെ വാച്ച് ചെയ്യാം, അവരെ പിടികൂടുകയൊക്കെ ചെയ്യില്ലേ? അതും ഈ ഇതിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഫൈനൽ മെത്തേഡ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് കേസ് സ്റ്റഡി. ഓക്കെ, അപ്പൊ ദാ കേസ് സ്റ്റഡി നമുക്ക് നോക്കാം. എന്താണ് ഈ കേസ് സ്റ്റഡി? കേസ് സ്റ്റഡി എന്ന് പറയുന്നത്, okay, so a case study is used to make an in-depth study on rare and different social phenomena and problems. Okay, so ഒരു റെയർ ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് സോഷ്യൽ ഫിനോമിനയെ കുറിച്ചോ പ്രോബ്ലത്തിനെ കുറിച്ചോ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ആഴത്തിൽ പഠിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. സച്ച് സ്റ്റഡീസ് വിൽ ബി എക്സാക്ട് ആൻഡ് കോംപ്രഹെൻസീവ്. ഇങ്ങനെ നടത്തുന്ന സ്റ്റഡീസ് എല്ലാം എന്താണ്? കറക്റ്റ് ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം ഒരു കോംപ്രഹെൻസീവ് മൊത്തത്തിലുള്ളതുമായിരിക്കും. The topic and the study using this method is called a case. ആരാണോ ഇവിടെ പഠന വിധേയമാകുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കേസ് എന്ന് പറയുന്നത്. The detailed study of the case. കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് എന്ത്? കേസ് സ്റ്റഡി. ഓക്കെ, സോ ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത്. അപ്പൊ ഇത്രയും ഏരിയാസ് ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എവിടെയൊക്കെ നമുക്ക് സോഷ്യോളജി അപ്ലിക്കബിൾ ആണ്? ഈ പറയുന്ന കൊമേഴ്സിന്റെ ഫീൽഡില്, ടൗൺ പ്ലാനിങ്ങില്, അഡ്വർടൈസ്മെന്റില്, മീഡിയ ആൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിൽ എല്ലാം നമുക്ക് ഈ പറയുന്ന സോഷ്യോളജിയുടെ അപ്ലിക്കബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്നുകൂടി നോക്കാം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാനുള്ളത് എന്തായിരുന്നു? ഈ പറയുന്ന എന്താണ് സോഷ്യോളജി എന്നുള്ളത്. ഇറ്റ് ഇസ് എ കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് സോഷ്യൽ എൻവയോൺമെന്റ്. 19th സെഞ്ചുറി ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്നത് ഏത് പേരില? ഏജ് ഓഫ് റെവല്യൂഷൻസ്. സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായിട്ടുള്ള 3 റെവല്യൂഷൻസ് ഏതൊക്കെയാ? പെട്ടെന്ന് പറഞ്ഞ മക്കളെ, ചാറ്റ് ബോക്സിലൂടെ കമന്റ് ചെയ്തേ. അതേപോലെ തന്നെ ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി? Okay, then the next question is ഈ പറയുന്ന ചാൾസ് ഡാർവിന്റെ എവല്യൂഷൻ തിയറി സ്റ്റഡി ഓഫ് സൊസൈറ്റിയിൽ യൂസ് ചെയ്ത തിങ്കറുടെ പേരെന്താണ്? അതേപോലെ തന്നെ നമ്മളൊരു കഥ ഓറിയന്റ് ചെയ്ത് ഇന്ത്യയിലെ സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിനെ സഹായിച്ച കുറച്ച് തിങ്കേഴ്സ് ഉണ്ടായിരുന്നു, 5 പേര്. നമ്മൾ ദുബായുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നമ്മളൊരു ചെറിയൊരു സ്റ്റോറി ഓറിയന്റ് ചെയ്ത് പറഞ്ഞു. സോ വിത്ത് ഇനീഷ്യൽ എല്ലാവരും ഒന്ന് ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്ത മക്കളെ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ഡിസ്കഷൻ കഴിഞ്ഞു. 4 മെത്തേഡ് ഉണ്ടായിരുന്നു സോഷ്യോളജിയിലെ. ആ മെത്തേഡ്സും ആരും മറക്കരുത്. എനിവേ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മക്കൾ ഇനി അതൊന്ന് വേഗം പഠിച്ചു തീർത്താൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കണു. അപ്പോ വീഡിയോ ഇഷ്ടമായാൽ അതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമന്റ്സ് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ മക്കളെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഇങ്ങനെയല്ല അങ്ങനെയാണ് വേണ്ടത്, ടീച്ചർ ഇങ്ങനെയും കൂടെ ക്ലാസ് പറഞ്ഞിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തി, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഓൾ ആർ വെൽക്കം. ഓക്കെ, അപ്പോ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണേ മക്കളെ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് and keep watching and keep supporting. Thank you and have a nice day. Bye bye.